എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്ന ദേവകിയമ്മ ഒരു കാര്യം തീരുമാനിച്ചു. അയ്യപ്പസ്വാമിയുടെ തിരുവുത്സവം കെങ്കേമമായിട്ട് കൊണ്ടാടണം. അപ്പൊ ഈ തവണത്തെ ഉത്സവം ഉണ്ണിമോടെ പേരില് നടത്താനായിട്ട് ദേവിയമ്മ തീരുമാനിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജീവും ജയനും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. തിരുമേനി എന്നും ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ ആലിലയും അതിനകത്തൊരു താമരപ്പൂവും കാണുമായിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള സത്യം എന്താ തിരുമേനിക്ക് അറിയില്ല. ആരാ അത് കൊണ്ടേ വെക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ആ വെക്കുന്ന ആളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. ആരാണ് ആ ആലിലയും താമരപ്പൂവും കൊണ്ടേ വെച്ച് ആ ആലിലെ കണ്ണൻ എഴുതി വെച്ചിരുന്ന ആളാരാന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരിക. ആ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ക്ഷേത്രത്തിലേക്ക് ഗിരിദേവൻ അതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്നും അവിടെ ആലിലയും താമരപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് തിരുമേനി പറഞ്ഞു, ആരാന്നറിയില്ല ഗിരിദേവ, എന്നും കൊണ്ടേ വെക്കും. അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാന്ന് തോന്നുന്നു എഴുത്തൊക്കെ കണ്ടിട്ട്. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ എഴുത്ത് കണ്ടിട്ട് അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ അയാൾക്ക് കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ടെങ്കിലോ അതുകൊണ്ടാണെങ്കിലോ അയാൾ ഇങ്ങനെ എഴുതുമ്പോൾ പതറിപ്പോന്നെ. കണ്ണൻ നാലില് എഴുതിയേക്കുന്ന ഇച്ചിരി പതറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഒക്കെയാണ് കിടക്കണത്. തിരുമേനിക്കും തോന്നി ചിലപ്പം ഗിരിദേവൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. പറഞ്ഞു, ഇന്നിന് രാത്രി കൊണ്ടേ വെക്കുമോ നോക്കാന്ന് പറയാം. കാരണം നടയെല്ലാം അടച്ചുപോയി എല്ലാരും പോയതിനു ശേഷം മാത്രമാണ് അയാൾ സാധാരണ പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഗിരിദേവൻ പറഞ്ഞു, അധികം വൈകാതെ തന്നെ അത് ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തിരുമേനിയോട് പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിമോൾ ക്ഷേത്രത്തിൽ കൊണ്ടേ കാണിക്കൊക്കെ വെച്ചതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ജയനും വിനോദും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ദേവകിയമ്മ ജയനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഉണ്ണിമോളെ കണ്ടതും വിനോദ് ഓടി വന്ന് ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ദേവയമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ജയൻ പറഞ്ഞു, അല്ല ഉണ്ണിമോൾക്ക് കിട്ടിയ അത്ര സ്വർണ്ണ ബിസ്ക്കറ്റ് എന്തിനാ അത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊടുത്തേ? അത്രയും മൊത്തം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇത് ഉണ്ണിമോള് നേരത്തെ പ്രതീക്ഷിച്ച കാര്യം തന്നെയായിരുന്നു. ചെറിയച്ഛനും വല്യച്ഛനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചോദിക്കും, തന്നെ കുറ്റപ്പെടുത്തും എന്നൊക്കെ. ദേവികം പറഞ്ഞു, അത് അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാനായിട്ട് രഘു കൊടുത്ത സാധനങ്ങൾ അത് ഉണ്ണിമോൾക്ക് അതിന്റെ ആവശ്യമില്ല. ഉണ്ണിമോള് സ്വപ്നത്തിൽ ദേവിനെ കണ്ടുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോയത്. അത് ഉണ്ണിമോൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറയാം. എന്നാലും അത് മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാനായിട്ട് അത്രയും സ്വർണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ദേവികയും പറഞ്ഞു, അതിനെക്കുറിച്ച് ഇനി ചോദ്യം ഒരു പറച്ചിലൊന്നും വേണ്ട, അത് അയ്യപ്പസ്വാമിക്കുള്ള സാധനമാണ് എന്ന് പറയാ. പിന്നീട് ദേവികം പറഞ്ഞു, ഇത്തവണ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ അയ്യപ്പസ്വാമിനെ നമ്മൾ കാണാൻ പോകുന്നത്. ഉണ്ണിമോളാണ് ആ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തവണത്തെ ഉത്സവം ഉണ്ണിമോളുടെ പേര് നടത്താനായിട്ട് എനിക്കൊരു തീരുമാനമുണ്ട്. എന്താ ജയൻ, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക ജയനോട്. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, ഒരു ഉത്സവമൊക്കെ നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപ ആവശ്യമായിട്ട് വരും? ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ വിനോദം പറഞ്ഞു, ജേട്ടൻ പറഞ്ഞ ശരിയാ, ഉത്സവം എന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യമൊന്നുമല്ല. നല്ല രീതിയിലുള്ള ഉത്സവം നടക്കുക കുറെ പൈസ ആവശ്യമായിട്ട് വരും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാം, പക്ഷെ ബാക്കി പൈസ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ദേവികൻ പറഞ്ഞു, പൈസയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇത്രയും കാര്യങ്ങൾ അയ്യപ്പസ്വാമി ചെയ്തു തന്നില്ലേ, ബാക്കി കാര്യങ്ങൾ കൂടെ അയ്യപ്പസ്വാമി ചെയ്തു തരും. അതിനുള്ള ഉത്സവം നടത്താനുള്ള പൈസ അയ്യപ്പസ്വാമി എവിടുന്നേലും തരുമായിരിക്കും. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തേലും ഒരു വഴി അയ്യപ്പസ്വാമി കാണിച്ചു തരാതിരിക്കില്ലെന്ന് പറഞ്ഞ് ദേവികമ്മ അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയത്ത് ജയൻ പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാത്? ഇനി ഉത്സവം നടത്താനായിട്ട് പോകുന്നു, കയ്യിലാണെങ്കിലോ പൈസ ഇല്ല. ആ സമയത്താണ് ഒരു ഉത്സവം നടത്താൻ പോകുന്നത്. വിനോദ് പറഞ്ഞു, ഒരു പക്ഷെ എന്തെങ്കിലും വഴി കാണുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ അതിന് 1-2 രൂപ വരെ ലക്ഷങ്ങൾ വേണമെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന ദേവികമ്മ ഉണ്ണിമോളും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോ ഗിരിദേവനും അവരെയും കാണുവാണ്. ഗിരിദേവനോട് തന്റെ മനസ്സിലുള്ള ആഗ്രഹം ദേവികമ്മ പറയാണ്, ഈ തവണത്തെ ഉത്സവം ഉണ്ണിമോളുടെ പേര് നടത്താനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഗിരിദേവ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കുറെ പൈസയൊക്കെ ആവും തോന്നേ. ആ പൈസക്ക് എന്തേലും ഒരു വഴി അയ്യപ്പസ്വാമി കണ്ടുപിടിച്ച് തന്നാ മതിയായിരുന്നു പറയാ. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹം ദേവികമ്മയുടെ ഉള്ളിലുണ്ടെങ്കിൽ, മുത്തശ്ശിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്ന് പറയാം. ഉണ്ണിമോട് ചോദിച്ചു, അതിന് കുറെ പൈസ ആവില്ലേ? അതിന് ഇത്ര മാസം പൈസ ഇത് എവിടുന്നാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് രാജീവനും ജയനും കൂടെ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പോഴാണ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദേവികമ്മ ഉത്സവത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്നെ രാജീവൻ പറഞ്ഞു, അതിന് 1-2 ലക്ഷം രൂപയൊന്നും വരാം, 8-10 ലക്ഷം രൂപയെങ്കിലും വേണം. അമ്മ ഇത് എന്ത് ഭാവിച്ചാ? ഈ 8-10 ലക്ഷം രൂപ ഭഗവാൻ കൊണ്ടു തരുമെന്നാണ് അമ്മ പറയണേ. അന്നാ അവിടെ ഇരുന്നോ, ഇപ്പൊ ഭഗവാൻ തന്നിട്ട് അമ്മ ഉത്സവം നടത്തിയതാന്ന് പറയണം. ദേവയും പറഞ്ഞു, അങ്ങനെ നീ പുച്ഛിച്ച് തള്ളുവൊന്നും വേണ്ട.
ഭഗവാൻ അണിയാനുള്ള ആടയാഭരണങ്ങളൊക്കെ അല്ലേ ഉണ്ണിമോളുടെ കൈവശം ഭഗവാൻ കൊടുത്തു വിട്ടില്ലേ? അതുപോലെ തന്നെ ഇനിയും ആ ഭഗവാൻ ഈ ഉത്സവം നടത്താനുള്ള പൈസ എങ്ങനെയായാലും കൊണ്ടുത്തരും, എന്തായാലും ഒരു വഴി അതിന് കാണിച്ചു തരുമെന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ ദേവികമ്മയുടെ ആഗ്രഹം നടക്കും, ഉറപ്പായിട്ട് ഈ ഉത്സവം നടത്തും, ഉണ്ണിമോടെ പേരിൽ തന്നെ ഈ ഉത്സവം നടത്താൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടൻ രാജീവനും ജയനും പരസ്പരം നോക്കുവാണ്. ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന രാജീവനും അറിയാവുന്ന കാര്യമാണ്. രാജീവന് നല്ല അനുഭവം ഉണ്ട്. അത് മാത്രമല്ല ജയനും അനുഭവമുള്ള കാര്യങ്ങളാണ്. പിന്നീട് കാണിക്കുന്ന ഒരു വയ്യാത്തൊരാള് അയാൾ രാത്രി നടന്നു വരുവാണ്. കൈക്കൊരു സ്വാധീനക്കുറവുണ്ട്. അപ്പൊ അതായിരിക്കണം ഒരുപക്ഷെ ഗിരിദേവൻ പറഞ്ഞ ആ ആള്. എന്നും രാത്രിയിലെ കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിയുടെ മുന്നിലെ ആലിലെ കൊണ്ടുവന്ന് ആ താമരപ്പൂ വെക്കുന്ന ആള് കണ്ണനെന്ന് എഴുതി ആലിലെ വെക്കുന്ന. അപ്പൊ അയാൾക്ക് ഒരു പക്ഷെ ആകണമെന്നോ അല്ലെങ്കിൽ അയാളുടെ വേറെ മറ്റൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിരൂപിച്ചിട്ടായിരിക്കും അങ്ങനെ ആ ആലില് എഴുതിക്കൊണ്ട് അവിടെ വെക്കുന്നത്. ഒരുപക്ഷെ അത് അയാളായിരിക്കണോ വരുന്നത്. അയാൾ ഇങ്ങനെ കൈയൊക്കെ വയ്യാതെ സ്വാധീനക്കുറവുണ്ട്, കൈയൊക്കെ തളർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരുവാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് വഴിയിലൊരു ബാഗ് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോ അവിടെയൊന്നും ആരും കണ്ടില്ല. എന്റെ അയ്യപ്പസ്വാമി ഇതെന്താ ബാഗ് ഓർത്തണ്ട് പോയി എടുത്ത് നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നിറച്ചും പണമായിരുന്നു. ഇത് കണ്ടതും അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം അറിയത്തില്ലാതെ വന്നു. നിറച്ചും പണം അടങ്ങിയ ബാഗാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്ത ആ ബാഗുമായിട്ട് നേരെ അയ്യപ്പസ്വാമിയുടെ തിരുനടയിലേക്കാ പോകുന്നത്. സാധാരണ എന്നും പതിവ് പോലെ തന്നെ ആ ക്ഷേത്രത്തിൽ വന്ന് താമരപ്പൂവും വെക്കുന്ന അയാളായിരുന്നു. അങ്ങനെ ആ ബാഗ് കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ വെക്കുക. ഇത് ആരുടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഇത് വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടിയതാ, ഇത് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ വെക്കുവാണ്. ഒരുപക്ഷെ ആ ബാഗിന്റെ ഉടമസ്ഥൻ രാജീവനായിരിക്കാം. രാജീവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ഗുണ്ടകൾ അന്ന് അടിച്ചെടുത്തുപോയ ആ പണമായിരിക്കണോ അത്, ആ ബാഗായിരിക്കണോ അത്. അതങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉത്സവം നടത്താനുള്ള പണമായി. ഒരുപക്ഷെ അതായിരിക്കും ഗിരിദേവൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ, അതാണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.